ഹായ് ഹലോ, നമ്മൾ താമരപ്പൂക്കൾ എന്തിനാണ് വിരിയിച്ച് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നവരോടാണ് കേട്ടോ. ഇത് ഈ ഒരു താമരപ്പൂ കണ്ടില്ലേ, ഇത് മിറാക്കിൾ എന്ന് പറയുന്നൊരു താമരപ്പൂ. ഇത് ഒരുപാട് പെറ്റൽസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിലത്തെ പെറ്റൽസൊക്കെ ഇത് ഇതുപോലെ കരിഞ്ഞും, അതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ ഉടനെ ഇതിങ്ങനെ കൊഴിഞ്ഞു പോകുന്ന ഒരു ഇതിലാണ് കേട്ടോ. ഇത് ഒരിക്കലും തനിയെ വിരിഞ്ഞ് വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ അടിയിലത്തെ പെറ്റൽസ് ഫുള്ളായിട്ട് നിന്ന് കരിഞ്ഞു പോകും. ചിലപ്പോൾ അതങ്ങനെ നിന്നിട്ട് കരിഞ്ഞു പോകും. ഒരിക്കലും ഫുള്ളായിട്ട് വിടർന്ന് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാൻ ഒന്ന് രണ്ടെണ്ണം അങ്ങനെ നിർത്തി നോക്കിയതാണ്, പക്ഷേ വിടർന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങ് ഉള്ളിൽ നന്നായിട്ടങ്ങ് കരിഞ്ഞ് തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ വിടർത്തുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇതുപോലെ ആകംഭാഗം ഒന്ന് ഹോള് വീണ് കാണുന്ന ടൈം ആകുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ വിടർത്തി നിർത്തുമ്പോഴാണ് താമരയ്ക്ക് കൂടുതൽ കളറും അതുപോലെ തന്നെ കൂടുതൽ ദിവസം നിൽക്കുകയും ചെയ്യുന്നത് കേട്ടോ. അത് ഒരുപാട് പെറ്റൽസുള്ള ഒരു താമരകളും തനിയെ വിടലില്ല. അതിപ്പോൾ സഹസ്രദളായാലും അതുപോലെ തന്നെ വൈറ്റ് പിയോണി ആയാലും ഗ്രീൻ ആപ്പിൾ ആയാലും ഒക്കെ തനിയെ വിടരാൻ വളരെ പാടാണ് കേട്ടോ. പിങ്ക് ക്ലൗഡ് ആയാലും. അപ്പോൾ അങ്ങനെയുള്ള ലോട്ടസുകൾ നമ്മൾ ഇതുപോലെ വിടർത്തി സുന്ദരികളാക്കി അങ്ങ് നിർത്തും കേട്ടോ. അപ്പോൾ എല്ലാ ലോട്ടസുകളും അങ്ങനെ വിടർത്തി കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.